എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വയ്ക്കും. എല്ലാവരും തുടങ്ങുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. എത്ര പേര് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ്, നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് നിങ്ങൾ ആ ഇയറിൻ്റെ ലാസ്റ്റ് വരെ ഫോളോ ചെയ്തു? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ഫാൾ ഓഫ് റൈറ്റ് അറ്റ് ദ ബിഗിനിങ്. അതായത് ഒരു പുതിയ വർഷം തുടങ്ങി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും മിക്ക ആൾക്കാരും ആ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹാബിറ്റുകൾ അവർ ഒഴിവാക്കും. അവരവരുടെ പഴയ ക്യാരക്ടറിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ പുസ്തകം വായിക്കുന്ന ഒരാളാണ്. ഇനീഷ്യലി ഒട്ടും വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ സംതിങ് ക്ലിക്ഡ് ഫോർ മീ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ട്, വിജയ് ദേവരക്കൊണ്ട. അപ്പോൾ ആളെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരാളുടെ ലൈഫ് ടൈം ഒരു മേ ബി 60 to 80 ഇയേഴ്സ് ആണെന്ന് കരുതിക്കോ. പക്ഷെ ഒരാൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു ലൈഫ് ടൈം മുഴുവൻ ജീവിച്ച് തീർന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വായിക്കുന്നത്. അതായത് ഒരു നിങ്ങളെക്കാളും എത്രയോ കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നിങ്ങളടുത്ത് അയാൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സും സക്സസ്സും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇമാജിൻ ഹൗ മച്ച് വൈസർ യു വുഡ് ബി ഇഫ് യു റീഡ് ദാറ്റ് എൻറ്റയർ ബുക്ക് ആൻഡ് സ്റ്റിക്ക് ടു ദ പ്ലാൻ. നിങ്ങൾ ആ പുസ്തകം മുഴുവൻ വായിച്ച് നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധി, നിങ്ങളുടെ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം എഴുതിയ ആളുടെ ലെവലിലേക്കാവും. ഇത് കേട്ടപ്പോൾ സംതിങ് ക്ലിക്ഡ്. ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ്. ഞാൻ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം അതിലെ 1-2 മെയിൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പറായിട്ടുള്ള മറ്റേ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നു, ഗോൾസ് സെറ്റ് ചെയ്യുന്നു, എഴുതി വയ്ക്കുന്നു. 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് സ്നാപ്പ് ബാക്ക് ചെയ്യും. അതായത് നിങ്ങൾ റബ്ബർ ബാൻഡ് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ റബ്ബർ ബാൻഡിൻ്റെ പ്രത്യേകത എന്താ? അതെങ്ങനെ നമ്മൾ എത്ര വലിച്ചു നീട്ടിയാലും അത് തിരിച്ചതിൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരും. ഇതാണ് സെൽഫ് ഇമേജ്. ഈ റബ്ബർ ബാൻഡ് നോർമലായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ സെൽഫ് ഇമേജ്. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇമ്പ്രൂവ് നിങ്ങളെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹാബിറ്റ്സുകൾ നിങ്ങൾ കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് നിങ്ങൾ ഡെലൂഷണൽ ആവണം. ഞാൻ ഏത് ഹാബിറ്റ്സും ഫോളോ ചെയ്യുന്ന, ഏത് നല്ല ഹാബിറ്റ്സും ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യണം. എന്നിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് റിസൾട്ട്സ് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടും. സെൽഫ് എസ്റ്റീം കൂടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും. നിങ്ങളിലുള്ള സെൽഫ് കോൺഫിഡൻസ് നിനക്ക് കൂടുമ്പോഴാണ് നിനക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഇംപ്രൂവ് യുവർ സെൽഫ് ഇമേജ്, ഇംപ്രൂവ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ഇത് നിങ്ങളെ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബിലീഫില്ല നിങ്ങൾ പറയുന്ന വാക്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലും ആക്ടിലൊന്നൊരു ബിലീവില്ല. ഈ ബിലീഫ് എങ്ങനെയാണ് വരുന്നത്? ബിലീഫ് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ കൊടുക്കുന്ന വാക്കിന് നിങ്ങളൊരു വില കൽപ്പിക്കണം. നിങ്ങൾ കൊടുക്കുന്ന വാക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആ റിസൾട്ട്സ് ഷോപ്പ് ചെയ്യുമ്പോൾ ബാക്കി മെല്ലെ ബിൽഡായിക്കോളും. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ മെല്ലെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.